പന്നി ചാടി റോഡിലോട്ട് കയറുകയായിരുന്നു. കയറി വന്ന് എൻ്റെ വാഹനത്തെ ഇടിച്ച സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി നിയന്ത്രണം വിട്ട് ഞാൻ ആ വയലിലോട്ട് മറിയുകയും പുറകെ എൻ്റെ വാഹനം എൻ്റെ ദേഹത്തോട്ട് വീഴുകയായിരുന്നു. പത്രവിതരണത്തിനായി പുലർച്ചെ 4 മണിയോടുകൂടി വീട്ടിൽ നിന്നും പുറപ്പെടുന്നു. യാത്രക്കിടയിൽ മറന്നുവെച്ച മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് സുനിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നി ഇടിക്കുന്നത്. 17 പുലർച്ചെ 4:30 സംഭവം. 1 മണിക്കൂറിലധികം അബോധാവസ്ഥയിൽ വയലിൽ കിടന്നു. ശരീരത്തിനു മേൽ സ്കൂട്ടറും. പ്രഭാത സവാരിക്കിറങ്ങിയ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ജോസും ഭാര്യയുമാണ് സ്കൂട്ടർ കണ്ട് വയലിലിറങ്ങി നോക്കിയത്. എനിക്ക് ഇടത് കൈയുടെ ഷോൾഡറിന് ചതവ് ഉണ്ട്, നട്ടെല്ലിൻ്റെ ഭാഗത്ത് നല്ല ചതവുമുണ്ട്. അങ്ങനെ നല്ല വേദനയാണിപ്പോൾ. നട്ടെല്ലിനും തോളിനും പരിക്കേറ്റ സുനിൽകുമാറിന് 3 ആഴ്ചത്തെ വിശ്രമമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. നടന്നു പോകുന്നതിനിടെയും വാഹനയാത്രയ്ക്കിടെയും പന്നിയുടെ മുന്നിലകപ്പെട്ട് പരിക്കേറ്റവർ മറ്റനേകമുണ്ട്. മലയോര നാട്ടിൽ പട്ടാപ്പകൽ പോലും രക്ഷയില്ലാത്തതാണ് സ്ഥിതി. മാർച്ച് 17 രാവിലെ 11 മണിയോടുകൂടിയാണ് ചന്ദനപ്പള്ളിക്കാരെ ആകെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. വയൽ പ്രദേശത്തു നിന്നും ഓടിയെത്തിയ കാട്ടുപന്നിയാണ് വ്യാപകമായ നാശനഷ്ടം വരുത്തിയത്. ചേട്ടൻ ആ സമയത്ത് തയ്യൽക്കട തന്നെ ഉണ്ടായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇരുന്നപ്പോഴാണ് പന്നി ഇതുവഴി ഇറങ്ങി അങ്ങോട്ട് ഓടുന്ന കണ്ടത്. അപ്പം ഞാൻ ഇറങ്ങി അങ്ങോട്ട് ഓടി. അവിടെ ഒരാൾ നിന്നപ്പോഴേ അതുകൊണ്ട് ആ കടയുടെ ഫ്രണ്ടിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്ന ഒരാളായിരുന്നു. അവിടെ നിന്നു. പുള്ളിക്കാരനെ ചെന്നൊന്ന് സൈഡിൽ നിന്ന് തട്ടി ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു. പുള്ളി അടൂർ ആശുപത്രി പോയി. ഒരു 6,000 രൂപയുടെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഇഞ്ചക്ഷൻ മരുന്നൊക്കെ ചെയ്തിട്ട് പുള്ളി തിരിച്ച് വന്നിട്ട് തിരിച്ച് അതുവഴി നേരെ കയറി ആ ലാബുണ്ടല്ലോ, ആ ലാബിൻ്റെ തിണ്ണയ്ക്ക് കയറി ആ ലാബിൻ്റെ ഗ്ലാസ്സിൽ ഇടിച്ചു. 2-3 വട്ടം ഇടിച്ചു. പക്ഷേ സൗണ്ട് നല്ല സൗണ്ടായിരുന്നു, ഗ്ലാസ് പൊട്ടിയില്ല, സ്ക്രാച്ച് വീണ്ടുണ്ട്. അതുവഴി തിരിച്ചിറങ്ങിയത് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് ഈ അമ്മു ഫാൻസിയുടെ തൊട്ടപ്പുറത്ത് ഒരു കാർ ഇങ്ങോട്ട് വന്നപ്പോൾ കാറയിലിടിച്ചു. ഈ കാറയിലിടിച്ച വഴിക്ക് നേരെ തിരിച്ച് വന്നിട്ട് ഇപ്പം ഞാനിവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്നപ്പം തിരിച്ച് ഇതുവഴി കയറി അതിലേക്കൂടെ കയറി അമ്മു ഫാൻസി അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇത് വന്ന് ഇടിച്ച് ഗ്ലാസ് പൊട്ടിച്ചകത്ത് കയറി ഗ്ലാസ് എല്ലാം പൊട്ടി. അപ്പുറത്തെ സൈഡിലെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ച് വെളിയിൽ ചാടി. അപ്പോൾ അതിൻ്റെ ദേഹമൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. ചോരയൊക്കെ എൻ്റെ അകത്ത് കടലക്കകത്തിലൊക്കെ വീണു. തിരിച്ച് അതുവഴി നേരെ ഓടി അതുവഴി അങ്ങോട്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോയി. ഓരോ ദിവസം ചെല്ലുംതോറും കാട്ടുപന്നികൾ പെരുകുകയാണ്. ശല്യക്കാരായ കാട്ടുപന്നികളെ വകവരുത്താനുള്ള ഗ്രാമപഞ്ചായത്ത് ഇടപെടലുകൾ പേരിലൊതുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ മെഴുവേലി പോലെ ചുരുക്കം ചില പഞ്ചായത്തുകളുടെ ഈ രംഗത്തെ ഇടപെടലുകൾ മാതൃകാപരമാണ് താനും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.